OET Writing Live exclusively for upcoming exam that is on this Saturday, presented by Tiju's Academy, and this is Aishwarya here. So I'm just taking my couple of initial minutes so that our viewers can be here with us. Yes, welcome everyone. Yes, good evening. Good afternoon, everyone. All right, so as you people can see, as I have titled this particular situation as last minute strategies for OET writing. Okay, last minute strategies for OET writing എന്നാണ് നമ്മൾ ഈ സെഷൻ ടൈറ്റിൽ ചെയ്തിരിക്കുന്നത് തന്നെ, which means we are aware with the fact that another bunch of candidates are going to have their exam on this coming Saturday. So അതിന് മുന്നേ what all things that you need to be aware of, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ ലൈവ് സെഷൻ നമ്മൾ എയർ ചെയ്യുന്നത് തന്നെ. ആസ് യൂഷ്വൽ നമ്മൾ നോർമൽ ലൈവ് സെഷൻസ് പോകാറുണ്ട്. എക്സാമിൻ്റെ വീക്ക് വരുമ്പോഴത്തേക്കിനും എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജി ഡിസ്കഷൻ ലൈവ് സെഷൻസും പോകാറുണ്ട്. സോ ദിസ് ഇസ് once again OET Writing Live, that is for last minute strategy for OET writing right before the examination. All right. Yes, good afternoon everyone. Sri Rekha, Shruti, good afternoon. Yes, Gaurav, good afternoon. Okay, so what you people, good afternoon. Okay, you people are going to have your exam. Yes, so first of all, as we all know, you people are going to have your exam on this coming Saturday. So all the very best to everyone, those who are going to have your exam on this coming Saturday. So we wish you a very good luck. Be confident and do well in your exam. All right. Yes, Neetu. Good afternoon. Mariamma, Saji, good afternoon everyone. Yes, Reena, Mariamma, Neetu. Yes, good afternoon everyone. All right, so yes, we are aware with the fact that you people are going to have your exam on this coming Saturday. So my comment boxes are also open, so you people can ask me the questions that you are aware of, that you need to be clarified. Adum nammal ee samayathe endu cheyyunnathaayirikkum, discuss cheyyunnathaayirikkum. Okay, so first of all, I'm addressing the questions that you people are facing. നിങ്ങൾക്ക് ഡൗട്ട് ഉള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളോട് ചോദിച്ചു വെച്ചിരുന്നു. ആ ഒരു ടോപ്പിക്കും ഇവിടെ ഡിസ്കസ് ചെയ്യാണ്. നിങ്ങൾക്ക് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, കോമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. വി വിൽ ബി റെക്ടിഫൈയിങ് ഇറ്റ് ത്രൂ ദിസ് ലൈവ് സെഷൻ. ഈ ഒരു ലൈവ് സെഷനിൽ കൂടെ നമ്മളത് ക്ലിയർ ചെയ്യുന്നതും ആയിരിക്കും. ഓക്കെ, സോ എനിക്ക് എല്ലാവരും ഉണ്ട്, നമ്മൾ ഡിസ്ചാർജ് പ്ലാൻ, വെൻ ഇറ്റ് കംസ് ടു ദിസ് OET റൈറ്റിങ്ങിൻ്റെ ഡിസ്ചാർജ് പ്ലാൻ എന്ന് വരുമ്പോൾ ഇറ്റ് വുഡ് ബി അപ്രീഷിയേറ്റഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അത് യൂസ് ചെയ്യണോ വേണ്ടയോ, അല്ലെങ്കിൽ
എന്താണ് ഇപ്പോൾ ഇറ്റ് വുഡ് ബി അപ്രീഷിയേറ്റഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യണോ, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമ്മൾ അങ്ങനെ വെച്ച് തന്നെ ഡിസ്ചാർജ് പ്ലാൻ എഴുതേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഇറ്റ് വുഡ് ബി ബെനിഫിഷ്യൽ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്താൽ പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് വരുമ്പോൾ ഇഫ് യു ആർ റൈറ്റിംഗ് എ ലെറ്റർ ടു എ ഡോക്ടർ ഡു വി നീഡ് ടു മേക്ക് എനി ചേഞ്ചസ് ഇൻ ദ ഡിസ്ചാർജ് പ്ലാൻ, ഇറ്റ് വുഡ് ബി അപ്രീഷിയേറ്റഡിന് പകരം വേറൊരെണ്ണം എഴുതണോ, ഇങ്ങനത്തെ പല ഡൗട്ടുകളും നമ്മൾക്ക് എന്ത് ചെയ്യാറുണ്ട്, ഫേസ് ചെയ്യാറുണ്ട്. സോ അങ്ങനെ വന്ന ഒരു ക്വസ്റ്റ്യനാണ്. സോ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ആൻസർ എന്ന് പറയുന്നത്, സോ ഇറ്റ് വുഡ് ബി അപ്രീഷിയേറ്റഡ് ഇഫ് യു കുഡ് പ്രൊവൈഡ്, അല്ലെങ്കിൽ ഇഫ് യു കുഡ് then fill the purpose, ബാക്കി എന്താണോ ചെയ്യാനുള്ളത് ആ ഒരു കാര്യം പറയുക. സോ ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ നെസസറി ദാറ്റ് യു നീഡ് ടു സ്റ്റാർട്ട് യുവർ ഡിസ്ചാർജ് പ്ലാൻ വിത്ത് ദിസ് പെർട്ടിക്കുലർ ഫ്രേസ്. ഈ ഒരു ഫ്രേസ് വെച്ച് തന്നെ തുടങ്ങണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇറ്റ് ഈസ് നോട്ട് മാൻഡേറ്ററി ദാറ്റ് യു ടു സ്റ്റാർട്ട് വിത്ത് യുവർ ഡിസ്ചാർജ് പ്ലാൻ വിത്ത് ദ ഫ്രേസ് ഇറ്റ് വുഡ് ബി അപ്രീഷിയേറ്റഡ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ബട്ട് സ്റ്റിൽ സി വി ആർ റിക്വസ്റ്റിംഗ് സം വൺ ടു പ്രൊവൈഡ് കെയർ ടു ദ പേഷ്യൻറ്റ്. നമ്മൾ എന്താണ്, ഒരാളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, നമ്മൾക്ക് ഈ പറയുന്ന പേഷ്യൻറ്റിന് ഈ പറയുന്ന കേസൊക്കെ കെയർ കൊടുക്കൂ എന്ന് നമ്മൾ ഒരാളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു റിക്വസ്റ്റിംഗ് മോഡിലേക്ക് വരുമ്പോൾ നമ്മളുടെ ലാംഗ്വേജ് കുറച്ചും കൂടെ പൊളൈറ്റ് ആക്കാൻ വേണ്ടിയും ഇൻ ഓർഡർ ടു ബ്രിങ് ദ റെസ്പെക്ട്ഫുൾ ടോൺ ഇൻ അവർ പ്രസൻറ്റേഷൻ, നമ്മുടെ പ്രസൻറ്റേഷനകത്ത് റെസ്പെക്ട്ഫുൾ ടോൺ കൊണ്ടുവരാൻ വേണ്ടിയും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെംപ്ലേറ്റ് മാത്രമാണ് എന്ത്, ഇറ്റ് വുഡ് ബി അപ്രീഷിയേറ്റഡ് ഇഫ് യു കുഡ് എന്ന് പറയുന്ന ആ ഒരു ടെംപ്ലേറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രസൻറ്റേഷൻ കുറച്ചും കൂടെ റെസ്പെക്ട്ഫുൾ ഇൻ ടോൺ ആയിരിക്കും, നമ്മൾ കുറച്ചും കൂടെ പൊളൈറ്റ് ആയിരിക്കും. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് എഴുതുന്നത്. ഇനി ഡോക്ടേഴ്സ് ആയതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ എഴുതണോ എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ഓൾസോ നോട്ട് മാൻഡേറ്ററി. ഇറ്റ് വുഡ് ബി ബെനിഫിഷ്യൽ എന്നുള്ള കാര്യം ഡോക്ടറിന് എഴുതണം, ഇറ്റ് വുഡ് ബി അപ്രീഷിയേറ്റഡ് എന്നുള്ള കാര്യം നഴ്സിന് എഴുതണം, അങ്ങനെ ഡിഫറൻസസ് ഒന്നുമില്ല. എനിവേ വി ആർ റിക്വസ്റ്റിംഗ് സം വൺ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്, ഇറ്റ് വുഡ് ബി അപ്രീഷിയേറ്റഡ് അല്ലെങ്കിൽ ഇറ്റ് വുഡ് ബി ബെനിഫിഷ്യൽ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഇറ്റ് വുഡ് ബി ബെനിഫിഷ്യൽ, ഇറ്റ് വുഡ് ബി അപ്രീഷിയേറ്റഡ് എന്ന് പറഞ്ഞ് ഡിസ്ചാർജ് പ്ലാൻ തുടങ്ങിയാൽ അത് കുറച്ചും കൂടെ റെസ്പെക്ട്ഫുൾ ഇൻ നേച്ചർ ആയിരിക്കും. ദാറ്റ് ഇസ് മൈ ഫസ്റ്റ് സജഷൻ ഫോർ യുവർ പീപ്പിൾ. ഇനി ആ ഒരു അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വേറെ നമ്മൾക്ക് വരുന്ന ഒരു ഡൗട്ടാണ് ഗ്രേറ്റ്ലി അപ്രീഷിയേറ്റഡ്. ഇറ്റ് വുഡ് ബി ഗ്രേറ്റ്ലി അപ്രീഷിയേറ്റഡ് എന്ന് പറയുന്ന ഒരു ടേം യൂസ് ചെയ്യണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ പലർക്കും എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. സോ ഗ്രേറ്റ്ലി അപ്രീഷിയേറ്റഡ് എന്നൊക്കെ നമ്മൾ പറയണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇറ്റ് വുഡ് ബി അപ്രീഷിയേറ്റഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ പോകുന്നതായിരിക്കും നോർമൽ കേസിൽ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇറ്റ് വുഡ് ബി ഗ്രേറ്റ്ലി അപ്രീഷിയേറ്റഡ് എന്ന് പറയുന്ന ഒരു സംഭവം അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു നേഴ്സിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കെയർ പ്രൊവൈഡ് ചെയ്യുക. ഒരു നേഴ്സിൻ്റെ മാൻഡേറ്ററി ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്, അവർക്ക് പേഷ്യൻറ്റിന് കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. സോ അതർ ദാൻ ഹിസ് റെസ്പെക്റ്റീവ് ഡ്യൂട്ടീസ്, ഒരു നേഴ്സിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ റീഡറിൻ്റെയോ നോർമൽ ഡ്യൂട്ടിയുടെ ഭാഗം അല്ലാതെ എക്സ്ട്രാ എന്തെങ്കിലും കാര്യവും കൂടെ നമ്മളിപ്പോൾ റീഡറിനോട് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് പറയാം, ഇറ്റ് വുഡ് ബി ഗ്രേറ്റ്ലി അപ്രീഷിയേറ്റഡ് എന്ന് പറഞ്ഞ് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതായത് ഇപ്പോൾ അപ്രീഷിയേറ്റഡ് എന്ന് പറയുമ്പോൾ അവരുടെ നോർമൽ ഡ്യൂട്ടി ആണെങ്കിൽ നമുക്ക് പറഞ്ഞാൽ മതി, അവരുടെ ഒരു നോർമൽ ഡ്യൂട്ടി അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു അവർ നോർമലി ചെയ്യുന്ന കാര്യമല്ലാതെ വേറൊരു കാര്യവും കൂടെ നമ്മൾ റീഡറിനോട് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഇഫ് യു ആർ റിക്വസ്റ്റിംഗ് ദ റീഡർ ടു ഡൂ സംതിങ് വിച്ച് ഇസ് നോട്ട് ദ പാർട്ട് ഓഫ് ദെയർ സ്കോപ്പ് ഓഫ് പ്രാക്ടീസ്, അവരുടെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസിൻ്റെ പാർട്ടല്ലാത്ത വേറെ എന്തെങ്കിലും കാര്യവും കൂടെ നമ്മൾ അവരോട് ചെയ്യാനായിട്ട് അവകാശപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇതിനെ എന്തും കൂടെ മാറ്റാം, ഇറ്റ് വുഡ് ബി ഗ്രേറ്റ്ലി അപ്രീഷിയേറ്റഡ് എന്ന് പറഞ്ഞ് നമ്മുടെ ഡിസ്ചാർജ് പ്ലാനിനെ കുറച്ചും കൂടെ പൊളൈറ്റ് ആക്കാം. സോ ഐ ഹോപ്പ് ഐ ഹാവ് അഡ്രസ് ദിസ് ക്വസ്റ്റ്യൻ. സോ ഇറ്റ് ഇസ് നോട്ട് നെസസറി ദാറ്റ് യു നീഡ് ടു റൈറ്റ് ഇറ്റ് വിത്ത് ദിസ് ഇറ്റ് വുഡ് ബി ഗ്രേറ്റ്ലി അപ്രീഷിയേറ്റഡ് ഇൻ എവറി കോണ്ടെക്സ്റ്റ്. അതർ ദാൻ ഡ്യൂട്ടി വരുമ്പോഴാണ് ഗ്രേറ്റ്ലി അപ്രീഷിയേറ്റഡ് വരിക. അല്ലാത്ത കേസിൽ ഇറ്റ് വുഡ് ബി അപ്രീഷിയേറ്റഡ് എന്ന് പറഞ്ഞ് തുടങ്ങിയാൽ മതി. ഇഫ് ഇറ്റ് ഇസ് എ ഡോക്ടർ വി ഡോണ്ട് നീഡ് ടു യൂസ് എനി സെപ്പറേറ്റ്, ഡോക്ടർ ആയതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. എനിവേ ദ ഓവറോൾ പ്രസൻറ്റേഷൻ ടു ഷുഡ് ബി റെസ്പെക്ട്ഫുൾ ഇൻ നേച്ചർ, അതാണ് നമ്മൾക്ക് പറയാനുള്ള കാര്യം. Okay, I hope it is clear. And Adra asked me the question, if it is patient referred by his GP, can we start with as you aware because he already knows patient presenting history? Okay, so if it is patient referred by his GP, പേഷ്യൻ്റ് നമ്മളിപ്പോൾ ഐ ഹോപ്പ് യു ആസ്ക് ദ ക്വസ്റ്റ്യൻ ഇഫ് ഇറ്റ് ഇസ് എ ലെറ്റർ ടു എ പേഷ്യൻ്റ് ജി പി. പേഷ്യൻറ്റിൻ്റെ ഹായ് എയ്മി, ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം. ഓക്കെ, പേഷ്യൻറ്റിൻ്റെ ജി പിക്ക് തന്നെ ഉള്ള ലെറ്റർ ആണെങ്കിൽ ആസ് യു നോ അല്ലെങ്കിൽ ആസ് യു അവെയർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാമോ എന്നാണ് അതിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അതിൽ ഇറ്റ് ഈസ് നോട്ട് നെസസറി ടു യൂസ് ആസ് യു നോ ഓർ ആസ് യു അവെയർ ഇൻ എവറി കോണ്ടെക്സ്റ്റ്. എല്ലാ കോണ്ടെക്സ്റ്റിലും ആസ് യു നോ അല്ലെങ്കിൽ ആസ് യു അവെയർ യൂസ് ചെയ്യേണ്ട
കാര്യമില്ല. ദാറ്റ് ഈസ് പോയിൻറ്റ് നമ്പർ 1. ആൻഡ് വി ആർ യൂസിങ് ആസ് യു നോ ഓർ ആസ് യു അവെയർ ഇൻ എ നോൺ കേസ് സിനാരിയോ. നമ്മളെന്താണ് നമ്മളത് നോൺ കേസ് സിനാരിയോയിലാണ് എന്ത് ഉപയോഗിക്കുന്നത്? ആസ് യു നോ അല്ലെങ്കിൽ ആസ് യു അവെയർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വൺ തിങ്. ഓക്കെ, അത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി എപ്പോഴാണ് ആസ് യു നോ ഓർ ആസ് യു അവെയർ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രസൻറ്റ് സിറ്റുവേഷൻ കൊണ്ട് മാത്രം നമുക്ക് ഇനഫ് വേർഡ് കൗണ്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ, അതായത് പുതിയ കാര്യം നോർമലി ഇൻ എ നോൺ കേസ് വി വിൽ ബി സ്കിപ്പിംഗ് സോഷ്യൽ ഹിസ്റ്ററി, മെഡിക്കൽ ഹിസ്റ്ററി പോലത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ സ്കിപ്പ് ചെയ്യും. പക്ഷേ ഇപ്പോൾ ചില സിറ്റുവേഷനിൽ ആ ഒരു നമ്മൾക്ക് എഴുതേണ്ട കാര്യം മാത്രം വിൽ നോട്ട് സാറ്റിസ്ഫൈ ദി വേർഡ് കൗണ്ട് സാറ്റിസ്ഫൈ ചെയ്യിക്കത്തില്ല, ചെറിയ കോണ്ടൻറ്റ് മാത്രമേ കാണുള്ളൂ. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇൻ ഓർഡർ ടു സാറ്റിസ്ഫൈ ദ വേർഡ് കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? GPക്കോ അല്ലെങ്കിൽ റീഡറിനോ ഓൾറെഡി അറിയാവുന്ന കാര്യവും കൂടെ അതിൽ എഴുതി ചേർക്കും. അത് എഴുതി ചേർക്കുന്നതിന് മുന്നേ നമ്മൾക്ക് എന്ത് പറയാം? ആസ് യു ആർ അവെയർ അല്ലെങ്കിൽ ആസ് യു നോ എന്ന് പറഞ്ഞ് എഴുതാവുന്നതാണ്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ആതിര. സോ എല്ലാ കേസിലും ആസ് യു നോ നോൺ കേസിൽ ഉപയോഗിക്കേണ്ട കാര്യമില്ല. നോൺ കേസ് ലെറ്റേഴ്സിലാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. എപ്പോഴാണ് വെൻ വി ആർ യൂസിങ് ദിസ് ആസ് യു നോ ഓർ ആസ് യു അവെയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഫ് ദ പ്രസൻറ്റ് സിറ്റുവേഷൻ ഓർ പ്രസൻറ്റ് കണ്ടീഷൻ വിൽ നോട്ട് the present content will not satisfy enough word count, ആവശ്യത്തിന് വേർഡ് കൗണ്ട് സാറ്റിസ്ഫൈ ചെയ്യാതെ വരുമ്പോൾ നമ്മൾ പഴയ കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യാനാണ് ആസ് യു നോ അല്ലെങ്കിൽ ആസ് യു അവെയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അല്ലാതെ എല്ലാ നോൺ കേസിലും നമ്മൾ അങ്ങനെ എഴുതണമെന്ന് നിർബന്ധമില്ല. ഇനി ചില നോൺ കേസിൽ ഇൻ ദ റൈറ്റിംഗ് ടാസ്ക് ദേ വിൽ ബി സ്പെസിഫിക്കലി മെൻഷൻ, അവർ സ്പെസിഫിക് ആയിട്ട് റൈറ്റിംഗ് ടാസ്കിൽ പറയുന്നുണ്ടായിരിക്കും ആസ് യു നോ അല്ലെങ്കിൽ ഹിസ്റ്ററിയും കൂടെ എഴുതണം എന്ന് സ്പെസിഫിക് ആയിട്ട് റൈറ്റിംഗ് ടാസ്കിൽ പറയും. ഈവൻ ദോ ഇഫ് ഇറ്റ് ഇസ് എ നോൺ കേസ്, അത് നോൺ കേസ് ആണെങ്കിൽ കൂടെ ഹിസ്റ്ററിയും കൂടെ ഇതിനകത്ത് എഴുതണം എന്നവർ എടുത്തു പറയുന്ന സിറ്റുവേഷൻ ഉണ്ട്. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ആസ് യു നോ അല്ലെങ്കിൽ ആസ് യു അവെയർ പറഞ്ഞ് ഹിസ്റ്ററിയും കൂടെ ആഡ് ചെയ്ത് ആ ലെറ്റർ എഴുതാവുന്നതാണ്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ആതിര. Moving on to Srirekha's question. So she was diagnosed with basal cell carcinoma followed by she underwent local excision. എന്ന് എഴുതാൻ പറ്റുമോ? യെസ്, അത് നമുക്ക് എവിടെ എഴുതാൻ പറ്റും? ബോഡി പാരഗ്രാഫിൽ ഡെഫിനറ്റ്ലി എഴുതാൻ പറ്റും. ബോഡി പാരഗ്രാഫിൽ ഈ ഒരു സെൻറ്റൻസ് എഴുതാൻ പറ്റും, കുഴപ്പമില്ല. കാരണം ഡയഗ്നോസിസ് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ എക്സിഷൻ നടത്തുന്നത്. അപ്പോൾ ഫോളോഡ് ബൈ ഷീ അണ്ടർവെൻ ലോക്കൽ എക്സിഷൻ എന്ന് പറയുന്നതിനേക്കല്ല ഫോളോഡ് ബൈ ലോക്കൽ എക്സിഷൻ എന്ന് പറഞ്ഞാൽ മതി. ഷീ വാസ് ഡയഗ്നോസ്ഡ് വിത്ത് ബേസൽ സെൽ കാർസിനോമ ഫോളോഡ് ബൈ ലോക്കൽ എക്സിഷൻ. അത് കഴിഞ്ഞിട്ട് ലോക്കൽ എക്സിഷൻ നടന്നു എന്ന് പറയാം. ഫോളോഡ് ബൈ. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ജോമോൾ ഇറ്റ് വുഡ് ബി ബെനിഫിഷ്യൽ എന്ന് എഴുതിയാൽ കറക്റ്റ് ആണോ? ഇറ്റ് വുഡ് ബി ബെനിഫിഷ്യൽ എന്ന് എഴുതിയാൽ അത് കറക്റ്റ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല, അതിൽ തെറ്റൊന്നുമില്ല. Okay, and Mariamma was asking the question, ma'am, starting date 1/5/2024 എന്ന് എഴുതുന്നതാണോ അതോ 1 May 2024 എന്ന് എഴുതുന്നതാണോ? I think you are asking about a letterhead date. മറിയാമ്മ ലെറ്റർ ഹെഡ് ഡേറ്റിനെ പറ്റിയാണ് ചോദിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഫ് ഇറ്റ് ഇസ് ലെറ്റർ ഹെഡ് ഡേറ്റ് ഇറ്റ്സ് ബെറ്റർ ടു ഫോളോ ദ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഫോളോ ചെയ്യുന്നതാണ് നല്ലത്. ഇനി എന്താണ് സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് നമുക്ക് എഴുതാൻ പറ്റും? 01 May 2024 ഈ ഒരു ഫോർമാറ്റിൽ ഡേറ്റ് എഴുതുന്നതാണ് എപ്പോഴും സേഫ് ആയിട്ടുള്ള കാര്യം. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ മറിയാമ്മ. 01 യെസ് ആൻഡ് നീതു 01 May 2020 യെസ് അങ്ങനെ എഴുതുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇതാണ് ദിസ് ഇസ് വാട്ട് വി കോൾ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ്. ഇതാണ് ലെറ്റർ ഹെഡ് ഡേറ്റിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമാറ്റ്. ബിക്കോസ് സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഇസ് അക്സെപ്റ്റഡ് ബൈ എവ്രി വൺ. അപ്പോൾ അതുകൊണ്ട് അത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും? സേഫ് ആയിരിക്കും. ലെറ്റർ ഹെഡിൽ ഈ ഡേറ്റ് എഴുതണമെന്ന് നമ്മൾ പറയും. ആൻഡ് ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ദ യുണീക്നെസ് ഓഫ് ദ ലെറ്ററിനൊരു യുണീക്നെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ത്രൂ ഔട്ട് ദ ലെറ്റർ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു സെയിം ഫോർമാറ്റിൽ ഡേറ്റ് എഴുതുക. എപ്പോഴൊക്കെ ഡേറ്റ് എഴുതിയാലും ഈ ഒരു സെയിം ഫോർമാറ്റ് തന്നെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഓൾ റൈറ്റ്. യെസ്, സോ ഈ ഒരു യുണീക്നെസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ കൂടെ പറഞ്ഞതുകൊണ്ട് ഈ ഒരു കോണ്ടൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം കൂടെ ഞാൻ അസോസിയേറ്റ് ചെയ്യാണ്. നമ്മുടെ അസസ്മെൻറ്റ് ക്രൈറ്റീരിയയ്ക്കകത്ത് വരുന്ന ഒരു ക്രൈറ്റീരിയ ആണ് അവർ ലെറ്റർ നീഡ്സ് ടു ബി യുണീക്ക്. നമ്മുടെ ലെറ്റർ എന്തായിരിക്കണം? യുണീക്ക് ഇൻ പ്രസൻറ്റേഷൻ ആയിരിക്കണം. സി ദ ബേസിക്
തിങ് എന്ന് പറഞ്ഞാൽ എവ്രി വൺ ഇസ് റൈറ്റിംഗ് ദ ലെറ്റർ ബേസ്ഡ് ഓൺ എ സെയിം കേസ് നോട്ട്. എല്ലാവരും ലെറ്റർ എഴുതുന്നത് എന്താണ്? സെയിം കേസ് നോട്ടിനെ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് എവ്രി വൺ സ്റ്റോറി വിൽ ബി സെയിം. എല്ലാവരുടെ സ്റ്റോറി എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ വാട്ട് ദേ മെൻ ബൈ യുണീക്നെസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. സോ അവർ ലെറ്റർ ഹാസ് ടു ബി യുണീക്ക് ആസ് ഇറ്റ് ഇസ്. നമ്മുടെ ലെറ്ററിൻ്റെ പ്രസൻറ്റേഷൻ അതേപടി അതിന് ആസ് ഇറ്റ് ഇസ് ഇറ്റ് ഹാസ് ടു ബി യുണീക്ക്. അത് യുണീക്ക് ആയിരിക്കണം. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോളോയിങ് ദ സെയിം ലെറ്റർ ഡേറ്റ് പാറ്റേൺ, following the same pattern. ഫോളോയിങ് ദ സെയിം പാറ്റേൺ അതാണ് ഏറ്റവും ചെയ്യാവുന്ന കാര്യം. ഡേറ്റ് ഫോമാറ്റ് നമ്മൾ കറക്റ്റായിട്ട് ഒരേ പാറ്റേണിൽ തന്നെ എപ്പോഴൊക്കെ ഡേറ്റ് എഴുതിയാലും ഒരേ സെയിം പാറ്റേൺ തന്നെ ലെറ്ററിൽ ഡേറ്റ് എഴുതാനായിട്ട് ശ്രമിക്കുക. ദാറ്റ് ഈസ് വൺ തിങ്. പിന്നെ നമ്മൾക്ക് യുണീക്നെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന വേറൊരു ആസ്പെക്റ്റാണ് ഫോളോയിങ് ദ ബ്രിട്ടീഷ് ഫോമാറ്റ് ത്രൂ ഔട്ട് ദ ലെറ്റർ. ആൻഡ് സിൻസ് വി ആർ ഫ്രം ഇന്ത്യ, എവ്രി വൺ ഇസ് അവെയർ വിത്ത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ്. എല്ലാവരും അവെയർ ആയിട്ടുള്ളത് എന്താണ്? ബ്രിട്ടീഷ് ഇംഗ്ലീഷിനെ പറ്റിയാണ്. സോ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് തന്നെ ത്രൂ ഔട്ട് ദ ലെറ്റർ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മൊബിലൈസേഷൻ എന്ന് പറയുന്ന ഒരു വേർഡ് വരുമ്പോൾ SATION ഉണ്ട്, ZATION ഉണ്ട്. സോ ZATI എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷും അമേരിക്കൻ ഇംഗ്ലീഷും, SATION എന്ന് പറയുന്നത് എന്താണ്? ബ്രിട്ടീഷ് ഇംഗ്ലീഷുമാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന സ്പെല്ലിങ്ങും കാര്യങ്ങളും എല്ലാം ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ്. അതുകൊണ്ട് മെയിൻറ്റെയിൻ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ത്രൂ ഔട്ട് ദ ലെറ്റർ. അമേരിക്കൻ യൂസ് ചെയ്യുന്നത് തെറ്റല്ല, യൂസ് ചെയ്താൽ ഫുൾ തന്നെ മുഴുവനായിട്ടും അമേരിക്കൻ തന്നെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ അതുകൊണ്ട് ഇങ്ങനത്തെ സ്പെല്ലിംഗ് കാറ്റഗറി ഒരുപോലെ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് തന്നെ ഫോളോ ചെയ്യുന്നു, അല്ലെങ്കിൽ അമേരിക്കൻ ഇംഗ്ലീഷ് തന്നെ ഫോളോ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യുണീക്നെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരേ ഡേറ്റ് ഫോർമാറ്റ് ത്രൂ ഔട്ട് ദ ലെറ്റർ ഫോളോ ചെയ്യുക. ഇംഗ്ലീഷ് പാറ്റേൺ നമ്മൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ അമേരിക്കൻ ഇംഗ്ലീഷ് ഒരു കാര്യം തന്നെ ത്രൂ ഔട്ട് ദ ലെറ്റർ ഫോളോ ചെയ്യുക. സോ അതിനകത്ത് വരുന്ന വേറൊരു ആസ്പെക്റ്റാണ് ഈ ഒരു സ്പെല്ലിംഗ് മാത്രമല്ല, ടൈറ്റിൽ കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ടൈറ്റിൽ കഴിഞ്ഞിട്ടുള്ള ഫുൾ സ്റ്റോപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇസ് പാർട്ട് ഓഫ് അമേരിക്കൻ ഇംഗ്ലീഷ്. ഇപ്പോൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ എഴുതുന്ന ആൾക്കാർ ടൈറ്റിൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ മിസ്റ്റർ കഴിഞ്ഞിട്ട് എന്തിൻ്റെ ആവശ്യമില്ല? ഡോട്ടിൻ്റെ ആവശ്യമില്ല. സോ അങ്ങനെ എന്ത് ചെയ്യുക? ഒന്നെങ്കിൽ എല്ലാം ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ എഴുതുക, അല്ലെങ്കിൽ എല്ലാം അമേരിക്കൻ ഇംഗ്ലീഷിൽ എഴുതുക. ഒരേ രീതിയിൽ പാറ്റേൺ ഫോളോ ചെയ്താൽ നമുക്ക് വീണ്ടും അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? യുണീക്നെസ് ഓഫ് ദ ലെറ്റർ ക്യാൻ ബി മെയിൻറ്റെയിൻഡ്. Okay, I hope it is clear. And now we'll move on to Ajay's question. Can we write all the past history in the first paragraph if the word count doesn't meet in case of patient GP? Yes, definitely. So നമുക്ക് എല്ലാം പാസ്റ്റ് ഹിസ്റ്ററിയും എഴുതണം എന്നില്ല. റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ആസ് എ ഫസ്റ്റ് പാരഗ്രാഫ് നമുക്ക് GPക്കുള്ള ലെറ്ററിൽ എഴുതാവുന്നതാണ്. Hi Raji, how are you? I'm doing good. How are you? Okay, I hope it is clear, Ajay. So എന്താണെന്ന് പറഞ്ഞാൽ, if the word count doesn't mean, word count മീറ്റ് ചെയ്യുന്നില്ല എങ്കിൽ, ഇപ്പോൾ GPക്കുള്ള ലെറ്റർ ആണെങ്കിലും you can start your letter. The first paragraph can be about the history പറഞ്ഞ് നമുക്ക് തുടങ്ങാവുന്നതാണ്. എല്ലാ ഹിസ്റ്ററിയും ഡീറ്റെയിൽ ആയിട്ട് എഴുതണമെന്നില്ല. we can just go for the relevant ആയിട്ടുള്ള ഹിസ്റ്ററി മാത്രം ഫസ്റ്റ് പാരഗ്രാഫിൽ എഴുതിയിട്ട് പിന്നീട് നമുക്ക് പ്രസൻറ്റ് കാര്യങ്ങൾ പറയാവുന്നതാണ്. അത് GPയുടെ ലെറ്ററിൽ നമുക്ക് ഓൾറെഡി നോൺ ആണെങ്കിലും ചെയ്യാവുന്ന ഒരു പോയിൻ്റാണ്. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ദാറ്റ് ഈസ് അർജൻറ്റ് ലെറ്റർ. അർജൻറ്റ് ലെറ്റർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. സോ അർജൻറ്റ് ലെറ്റർ ആണെങ്കിൽ ഈവൻ ദോ ഇറ്റ് ഈസ് എ നോൺ കേസ്, നമ്മൾ പ്രസൻറ്റിലെ കാര്യം ആദ്യം പറയുക. അത് കഴിഞ്ഞിട്ട് ആസ് യു നോ എന്ന് പറഞ്ഞിട്ട് പാസ്റ്റിലെ കാര്യങ്ങൾ പറയുന്നതായിരിക്കും നല്ലത്, അർജൻറ്റ് ആണെങ്കിൽ മാത്രം. നോർമൽ ലെറ്റർ ആണെങ്കിൽ പാസ്റ്റ് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് പ്രസൻറ്റിലേക്ക് പോകാവുന്നതാണ്. അർജൻറ്റ് ആണെങ്കിൽ ആദ്യം നമ്മൾ പ്രസൻറ്റിലെ ടുഡേയിലെ കാര്യം ആദ്യം പറയും, അല്ലെങ്കിൽ ലാസ്റ്റ് വിസിറ്റിലെ കാര്യം, അർജൻറ്റ് സിറ്റുവേഷൻ ആദ്യം പറയും. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകും. അതാണ് അവിടെ വരുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. ആൻഡ് ശ്രീരേഖ ഇസ് ആസ്കിങ് മിസ്റ്റർ അന്ന നീതു ജെയിംസ്. യെസ്, ഓക്കെ മാം, പേഷ്യൻ്റ് കൺസേൺ പറയുമ്പോൾ ഷീ കൺസേൺഡ് എന്നാണോ ഷീ ഈസ് കൺസേൺഡ് എന്നാണോ? വിച്ച് വൺ ഈസ് റൈറ്റ്? ഓക്കെ ശ്രീരേഖ, ദാറ്റ് ഇസ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. നമ്മൾ ലെറ്റർ കറക്റ്റ് ചെയ്യുമ്പോഴും എന്താണ് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് കാണുന്ന ഒരു മിസ്റ്റേക്കാണ്. സോ നമ്മൾ പറയാറ് ഷീ ഈസ് കൺസേൺഡ് എന്ന് പറയും. എപ്പോഴാണെന്ന് ചോദിച്ചാൽ വെൻ ദ പേഷ്യൻ്റ് ഇസ് സ്റ്റിൽ ഹാവിങ് ദ കൺസേൺ.
നമ്മൾക്കൊരു കൺസേൺ ഉണ്ട്, അത് കഴിഞ്ഞ് വി എഡ്യൂക്കേറ്റഡ് ദ പേഷ്യൻറ്റിന് നമ്മൾ എഡ്യൂക്കേഷൻ കൊടുത്തു, പിന്നെ അവർക്ക് എന്തില്ല, കൺസേൺ ഇല്ല. അപ്പോൾ ഇപ്പോൾ കൺസേൺ ഇല്ല എങ്കിൽ ഷീ വാസ് കൺസേൺഡ് എന്നും, ഇപ്പോൾ കൺസേൺ ഉണ്ടെങ്കിൽ ഷീ ഈസ് കൺസേൺഡ് എന്നും നമ്മൾ എഴുതണം. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. അത് ശ്രീരേഖ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓൾറെഡി കൺസേൺ ഇപ്പോഴും ഉണ്ടെങ്കിൽ ഷീ ഈസ് കൺസേൺഡ് എന്ന് പറയാം. കൺസേൺ നമ്മൾ റെക്ടിഫൈ ചെയ്തെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഷീ വാസ് കൺസേൺഡ് എന്ന് പറയാം. ഓക്കെ. And Steffi, how to find the diagnosis from the case note in case more than 2 diagnosis is written. Okay, so more than 2 diagnosis undengil, what you have to do is let's check what is provided in the discharge plan. ഡിസ്ചാർജ് പ്ലാനിൽ എന്തിനാണ് കെയർ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഡിസ്ചാർജ് പ്ലാനിൽ ഇതിലേത് ഡയഗ്നോസിസിനുള്ള ഫോളോ അപ്പാണ് പറഞ്ഞിരിക്കുന്നത്, ആ ഒരു ഡയഗ്നോസിസ് വേണം നമ്മൾ ഇൻട്രൊഡക്ഷനിൽ എഴുതാനായിട്ട്. സപ്പോസ് ഒരു ഫ്രാക്ചർ, ഒരു സർജറി കേസും ഉണ്ട്, ഒരു BP ഇഷ്യൂ ഉണ്ട് ഡയഗ്നോസിസ് എന്ന് വിചാരിക്കാം. അപ്പോൾ ഡിസ്ചാർജ് പ്ലാനിൽ മൊത്തം BP റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എവിടെ എന്ത് ഇൻട്രോ എഴുതിയാൽ മതി, BP റിലേറ്റഡ് കാര്യം മാത്രമേ എഴുതിയാൽ മതി. അതേസമയത്ത് സർജറിയുടെ കെയർ ആണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഇൻട്രോയിൽ എന്ത് എഴുതണം, സർജറി പറ്റിയിട്ടുള്ള കാര്യം പറയണം. ഇനി ചില സമയത്ത് രണ്ടിനുള്ള BP റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിനും സർജറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിനും, 2 കാര്യത്തിനുമുള്ള ഫോളോ അപ്പ് എവിടെ പറഞ്ഞിട്ടുണ്ടാവും, ഡിസ്ചാർജ് പ്ലാനിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നമ്മളുടെ റീഡറിനോട് വി വിൽ ആസ്ക് ദ റീഡർ ടു ടേക്ക് കെയർ ഓഫ് ബോത്ത് ദ ആസ്പെക്ട്, 2 ആസ്പെക്റ്റും ടേക്ക് കെയർ ചെയ്യാനായിട്ട് റീഡറിനോട് പറയും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് പറയാം, ഷീ ഹാസ് മൾട്ടിപ്പിൾ ഹെൽത്ത് ഇഷ്യൂസ് പറയാം, ഒന്നിലധികം ഇഷ്യൂസ് ഉണ്ടെന്ന് പറയാം. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ സ്റ്റെഫി. സോ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നിലധികം ഡയഗ്നോസിസ് വന്നാൽ എന്താണ് ഡിസ്ചാർജ് പ്ലാനിൽ കൊടുത്തിരിക്കുന്നതെന്ന് നോക്കുക. അതിൽ ഏത് ഡയഗ്നോസിസിനാണോ ഡിസ്ചാർജ് പ്ലാനിൽ ഫോളോ അപ്പ് ഉള്ളത് ആ ഒരു ഡയഗ്നോസിസ് ഇൻട്രൊഡക്ഷനിൽ എഴുതുക. ഇനി 2 ഡയഗ്നോസിസിനും ഡിസ്ചാർജ് പ്ലാനിൽ ഫോളോ അപ്പ് പറയുന്നുണ്ട്. ആൻഡ് റീഡർ 2 കാര്യത്തിനെയും ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന ഒരാളുമാണ് എങ്കിൽ നമുക്ക് എന്തെഴുതാവുന്നതാണ്, ഷീ ഹാസ് മൾട്ടിപ്പിൾ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയാം. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ സ്റ്റെഫി. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ആതിരയുടെ ക്വസ്റ്റ്യൻ, മാം ഇഫ് യു ആർ റൈറ്റിംഗ് ദെയർ ഫോർ ഇൻ ബിറ്റ്വീൻ ദ സെൻറ്റൻസ് ക്യാൻ വി റൈറ്റ് ദെയർ ഫോർ? യെസ്, ദാറ്റ് ഇസ് ദ റൈറ്റ് യൂസേജ്. ഇഫ് യു ആർ യൂസിങ് ദെയർ ഫോർ ഇൻ ബിറ്റ്വീൻ ദ സെൻറ്റൻസ് നമുക്ക് എന്ത് ചെയ്യണം, ഒരു സെമി കോളൻ ഇടണം. ദെൻ യു ഹാവ് ടു റൈറ്റ് ദെയർ ഫോർ, അത് കഴിഞ്ഞിട്ട് കോമ ഇടുക. ദിസ് ഇസ് ദ റൈറ്റ് യൂസേജ് ഇഫ് യു ആർ യൂസിങ് ദെയർ ഫോർ ഇൻ ബിറ്റ്വീൻ ദ സെൻറ്റൻസ്. ഓക്കെ. സ്റ്റെഫിക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആതിര, ഐ ഹോപ്പ് ഐ ഹാവ് അഡ്രസ്ഡ് യുവർ ക്വസ്റ്റ്യൻ ആസ് വെൽ. ആൻഡ് അക്കു, ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ അക്കു. വെൻ ലെറ്റർ റൈറ്റിംഗ് ടു ഡോക്ടർ, പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി, പ്രസൻറ്റ് കണ്ടീഷൻ, സോഷ്യൽ ഹിസ്റ്ററി, ലാസ്റ്റ് റെക്കമെൻഡേഷൻ, ഈസ് ദിസ് ദ റൈറ്റ് ഓർഡർ? ഇല്ല, ഡോക്ടറിന് എഴുതുമ്പോൾ അങ്ങനെയൊന്നുമില്ല. ഹിസ്റ്ററി നമ്മൾ എപ്പോഴും ഒരുമിച്ചാണ് എഴുതാറ്. അപ്പോൾ നമ്മൾ ഹിസ്റ്ററി ആദ്യം പറയുവാണെങ്കിൽ 2 ഹിസ്റ്ററി ആദ്യം പറയുക, എന്നിട്ട് പ്രസൻറ്റ് പറയുക. അതായിരിക്കും കുറച്ചും കൂടെ നല്ലതായിട്ട് വരിക, ബെറ്റർ ഓപ്ഷൻ. കാരണം ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഒരുപോലത്തെ കാര്യങ്ങൾ, പാസ്റ്റ് ആണല്ലോ രണ്ടും, ആൻഡ് ഒരുപോലത്തെ കാര്യങ്ങൾ എപ്പോഴും ഒരുമിച്ച് എഴുതുക. ഓർഗനൈസ് ദ സിമിലർ ഐഡിയാസ് എവറി ടൈം together. So both are past history, so you can write it together. അത് കഴിഞ്ഞിട്ട് പ്രസൻറ്റ് എഴുതാം. ഓക്കെ, അത് കഴിഞ്ഞ് ലാസ്റ്റ് റെക്കമെൻഡേഷൻ. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ അക്കു. ഓൾ റൈറ്റ്. All right, yes. So I hope it is clear. മാം, പേഷ്യൻ്റ് ജെൻഡർ ലെറ്ററൽ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ടൈറ്റിൽ എങ്ങനെ എഴുതണം? സോ ടൈറ്റിൽ പേഷ്യൻറ്റിൻ്റെ ജെൻഡർ ലെറ്ററിൽ അവർ ഏതെങ്കിലും വഴിയിലൂടെ കൺവേ ചെയ്തിട്ടുണ്ടായിരിക്കും. ടൈറ്റിലായിട്ട് കൺവേ ചെയ്തിട്ടുണ്ടാവില്ല എങ്കിൽ സംവെയർ ഇൻ ദ ലെറ്റർ ദേ വിൽ ബി മെൻഷനിങ് ഇറ്റ് ആസ് ഹിസ് GP, അല്ലെങ്കിൽ ഹെർ വൂണ്ട് കെയർ, ഹെർ ഫോളോ അപ്പ്, ഹിസ് ഫോളോ അപ്പ്, അങ്ങനത്തെ പ്രോനൗൺസ് വരെയും ദേ വിൽ ബി കൺവേയിങ് ദ ജെൻഡർ ഇൻ ദി ഒഫീഷ്യൽ OET ലെറ്റർ. അപ്പോൾ അത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് നമ്മൾ ജെൻഡർ ഫോക്കസ് ചെയ്യുക. ജെൻഡർ റിവീൽ ചെയ്യാത്ത രീതിയിൽ ഒരു ലെറ്റർ വരില്ല. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ശ്രീരേഖ. ഓൾ റൈറ്റ്.
So I have addressed almost all the questions that came in my comment box, and I hope I gave it clarity as well. And Amy is asking, DM or hypertension ulla patient started 2 years before, now it's going on and takes medication, so can we write has had? Yes, definitely, Emma. If it has happened 2 years back and still going on, നമുക്ക് എങ്ങനെ പറയാം? He or she has had diabetes mellitus, or he or she has had hypertension എന്ന് പറയാവുന്നതാണ് Amy Elias. I hope it is clear. All right. Yes, good afternoon, Surya. Good afternoon, everyone. He has, yes, Anna, that's the right usage. If we want to write a letter to director or manager, whether we want to write a patient past history, is it mandatory to start with social history for home visit? Okay, so Steffi, I will address your question first. If we want to write a letter to director or manager, whether we want to write a patient past history, എന്ന് ചോദിച്ചാൽ there is no yes or no എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. What you have to do is, just think whether the past is related to the present. അവരുടെ പാസ്റ്റിന് പ്രസൻറ്റുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, ഡിറക്ടർ ഈ പാസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുക. If you think that the director needs to know about this past in order to provide a better care for the present, then you have to write with the past. That is the logic. ലോജിക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. പാസ്റ്റ് പ്രസൻറ്റിൽ ആയിട്ട് റിലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വെച്ച് തുടങ്ങാം? പാസ്റ്റ് വെച്ച് തുടങ്ങാം. അല്ല എങ്കിൽ പ്രസൻറ്റ് പറഞ്ഞിട്ട് പാസ്റ്റ് പറഞ്ഞാലും മതിയാവും. And Ammu, is it mandatory to start with social history for home visit? It is not at all mandatory to start with social history for home visit. Home visit ആണെങ്കിൽ social history അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. The same logic that I mentioned just now. If the past is related, if the social history is relevant for the reader to provide the care, സോഷ്യൽ ഹിസ്റ്ററി നമ്മുടെ റീഡറിന് കെയർ കൊടുക്കാൻ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമുണ്ട് എങ്കിൽ നമ്മൾ എന്തു പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണം? സോഷ്യൽ ഹിസ്റ്ററി പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണം. പക്ഷേ ഈ സോഷ്യൽ ഹിസ്റ്ററി റീഡർ അറിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, പ്രസൻറ്റ് പറഞ്ഞിട്ട് സോഷ്യൽ പറഞ്ഞാലും മതി. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ, അമ്മു. ഓൾ റൈറ്റ്. സോ I have addressed all the questions that came in my that I got through my comment box. So, and we are almost winding up this particular live session. So, as I mentioned, we are very much aware with the we are very much aware with the fact that many of you people are going to have your examination on this coming Saturday. So we wish you very good best. Be confident and do well and get your desired scores. May all you clear your exam in this attempt itself. എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ തന്നെ നിങ്ങളുടെ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റട്ടെ എന്ന് നമ്മൾ വളരെ സിൻസിയറായിട്ട് വിഷ് ചെയ്യുന്നു. സോ ഓൾ ദ വെരി ബെസ്റ്റ് എവ്രി വൺ. And Surya, just another question കൂടെ, ma'am, whether we have to mention past history in discharge letter to a doctor, cardiac coordinator. Surya, that is the logic. The logic is applicable to everything. I mean, every case. If the past history has the relevance with the present, has the relation with the present, പാസ്റ്റിന് പ്രസൻറ്റുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നമ്മൾ എന്തു പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണം? പാസ്റ്റ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ആ പാസ്റ്റ് അറിഞ്ഞാലാണ് ഈ റീഡറിന് നന്നായിട്ട് പേഷ്യൻറ്റിനെ നോക്കാൻ പറ്റുക എങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണം? പാസ്റ്റ് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണം. ആൻഡ് ഇഫ് യു തിങ്ക് ദാറ്റ് ദ പാസ്റ്റ് ഹാസ് നോ റിലേഷൻ വിത്ത് ദ പ്രസൻറ്റ്, പാസ്റ്റിന് അത്ര വലിയ റിലേഷൻ ഒന്നുമില്ല, it doesn't have a significant relation with the present, അങ്ങനെയാണെങ്കിൽ you can start with the present. അതാണ് ലോജിക്. Yes, Ajay, could you please suggest a brief idea about abbreviations? Yes, definitely, I'll come to that. Ammu, yours sincerely, director, doctor, is it correct? Yours sincerely, നമ്മൾ യൂസ് ചെയ്യുന്നത് if the reader's name is mentioned. റീഡറിൻ്റെ പേര് അഡ്രസ്സിൽ തന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ലെറ്ററിൻ്റെ റീഡറിൻ്റെ പേര് അഡ്രസ്സിൽ തന്നിട്ടുണ്ടെങ്കിൽ യുവേഴ്സ് സിൻസിയർലി. റീഡറിൻ്റെ പേര് അഡ്രസ്സിൽ തന്നിട്ടില്ല എങ്കിൽ നമ്മൾ എന്തു പറയണം? യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി ഹാവ് ടു ബി ദെയർ. Okay,
Ma'am, in letter sometime they give abbreviation. If I'm not aware that, then can I proceed with the same abbreviation? Yes, Akku, that is something that you have to do. നമുക്ക് തന്നിരിക്കുന്ന അബ്രിവേഷൻസ് കേസ് നോട്ടിൽ തന്നിട്ടുണ്ട്. പക്ഷേ നമുക്കതിനെക്കുറിച്ച് അറിയത്തില്ല, അതിൻ്റെ ഫുൾ ഫോം അറിയില്ല എങ്കിൽ പറ്റുമെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. അല്ല എങ്കിൽ എന്ത് ചെയ്യുക, അബ്രിവേഷൻ തന്നെ പോവുക. ഫോർ എക്സാമ്പിൾ PCA, പേഷ്യൻ്റ് കൺട്രോൾഡ് അനൽജസിക്സ്. പേഷ്യൻറ്റിന് PCA കൊടുത്തു എന്ന് പറയുന്നുണ്ട്. സോ PCA കൊടുത്തു എന്ന് പറയുമ്പോഴത്തേക്കിനും വാട്ട് യു ഹാവ് ടു ഡു ഇസ്, ആ PCA കൊടുത്തു എന്ന് പറയുമ്പോൾ PCയുടെ ഫുൾ ഫോം നിങ്ങൾക്ക് അറിയത്തില്ല എങ്കിൽ എങ്ങനെ എഴുതിയാൽ മതി, PCA എന്ന് എഴുതിയാൽ മതി. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ആൻഡ് ഹൗ ടു യൂസ് ഈസ് ബീയിങ് ഇൻ പേർപ്പസ് പാര. പേഷ്യൻറ്റിൻ്റെ നെയിം ഇത്ര ടൈം എഴുതണം എന്ന ലിമിറ്റേഷൻ ഇല്ല വൈഷ്ണവി. ഇൻട്രൊഡക്ഷനിൽ പേഷ്യൻറ്റിൻ്റെ ഫുൾ നെയിം വന്നിരിക്കണം, റെഫറൻസിൽ പേഷ്യൻറ്റിൻ്റെ ഫുൾ നെയിം വന്നിരിക്കണം, എല്ലാ ബോഡി പാരഗ്രാഫിൻ്റെയും ഇൻക്ലൂഡിങ് ദ ഡിസ്ചാർജ് പ്ലാൻ, ബാക്കി എല്ലാ പാരഗ്രാഫിൻ്റെയും ഫസ്റ്റ് ലൈനിൽ പേഷ്യൻറ്റിൻ്റെ പേര് വന്നിരിക്കണം. റെഫറൻസിലും ഇൻട്രൊഡക്ഷനിലും ഫുൾ നെയിം. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഹൗ ടു യൂസ് ഈസ് ബീയിങ് ഇൻ പർപ്പസ്. ഈസ് ബീയിങ് നമ്മൾ പർപ്പസിൽ ഉപയോഗിക്കുന്നത് ഹീ ഈസ് ബീയിങ് ഡിസ്ചാർജ് ടുഡേ. പർപ്പസിലല്ല നമ്മൾ ആ ഇൻട്രൊഡക്ഷനകത്ത് യൂസ് ചെയ്യുന്നത് ഹീ ഈസ് ബീയിങ് ഡിസ്ചാർജ് ടുഡേ. ഇന്നാണ് ഡിസ്ചാർജ് നടക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഹീ ഈസ് ബീയിങ് ഡിസ്ചാർജ് ടുഡേ. ഇന്നാണ് ട്രാൻസ്ഫർ നടക്കുന്നതെങ്കിൽ എന്ത് പറയാം, ഹീ ഈസ് ബീയിങ് ട്രാൻസ്ഫേർഡ് ടുഡേ എന്ന് പറയാം. അല്ലെങ്കിൽ ഇപ്പോൾ പറയാം മിസ്റ്റർ എക്സ് ഇസ് ബീയിങ് റെഫേർഡ് ഫോർ എന്ന് പറയാം, മിസ്റ്റർ എക്സ് ഇസ് ബീയിങ് ട്രാൻസ്ഫേർഡ് ഫോർ എന്ന് നമുക്ക് പറയാം. സോ അതൊരു ഇൻട്രൊഡക്ഷൻ്റെ കോൺസെപ്റ്റാണ്. സോ ഐ വുഡ് സജസ്റ്റ് യു ടു ഗോ ഫോർ ദ പ്രീവിയസ് ലൈവ് വേർ ഐ ഹാവ് ഡിസ്കസ് ദ ഇൻട്രൊഡക്ഷൻസിനെ പറ്റി ഒരു ലൈവ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഹൗ ടു റൈറ്റ് ദ ഇൻട്രൊഡക്ഷൻസ് ഇൻ OET ലെറ്റർ. അങ്ങനെ ആ ഒരു ലൈവ് കുറച്ച് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല ക്ലാരിറ്റി കിട്ടുന്നതായിരിക്കും. ഐ ഹോപ്പ് ഐ ഹാവ് അഡ്രസ്ഡ് യുവർ ദിസ് ക്വസ്റ്റ്യൻ. And Raji, in medical background, disease condition lung cancer. We can write it on intro as മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ ഡിസീസ് കണ്ടീഷൻ ലങ് ക്യാൻസർ, ഇൻട്രോയിൽ സസ്പെക്റ്റഡ്. മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ ലങ് ക്യാൻസർ ആണ് എന്ന് പറയുമ്പോഴല്ല, പേഷ്യൻറ്റിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മളോട് പറയുവാണ് പ്രസൻറ്റിനകത്ത് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ലങ് ക്യാൻസർ ആണ് എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നു അതുകൊണ്ട് ഫർദർ അസസ്മെൻറ്റിനും മാനേജ്മെൻറ്റിനും പേഷ്യൻറ്റിനെ വിടുകയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ഹി ഓർ ഷീ ഈസ് സസ്പെക്റ്റഡ് ടു ഹാവ്, ഹി ഓർ ഷീ ഈസ് സസ്പെക്റ്റഡ് ടു ഹാവ് എന്ന് പറയാം. എപ്പോഴാണ് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ലങ് ക്യാൻസർ, എന്നിട്ട് പർപ്പസ് എന്താണ് പറയുന്നത്, ഫർദർ അസസ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഹി ഓർ ഷീ ഈസ് ലങ് ക്യാൻസർ നമുക്ക് പറയാവുന്നതാണ്. ആൻഡ് മാം ഇൻ സം ലെറ്റർ ദേ ഗീവ് അബ്രിവേഷൻസിൻ്റെ കാര്യം പറഞ്ഞു. ആൻഡ് അജയ് വാസ് ഗിവിങ് മീ ആൻ ക്വസ്റ്റ്യൻ അബൌട്ട് അബ്രിവേഷൻ. സോ അബ്രിവേഷനെ പറ്റി വാട്ട് ഐ ക്യാൻ ടെൽ യു പീപ്പിൾ ഇസ്, see, what you have to do is you can use standard abbreviation in an OET letter, but make sure your reader will be familiar with it. For example, ഇപ്പോൾ ECT എന്ന് പറയുന്ന ഒരു അബ്രിവേഷൻ അത് നമുക്കൊരു ലെറ്ററിൽ ഉപയോഗിക്കാം. എപ്പോഴാണ്, ഇഫ് യു തിങ്ക് യുവർ റീഡർ വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വെൻ യു ആർ യൂസിങ് ദിസ് അബ്രിവേഷൻ. ഇപ്പോൾ ECT എന്നൊരു കാര്യം ഒരു സൈക്കാട്രിസ്റ്റിനോട് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ദാറ്റ് ഇസ് ഇലക്ട്രോ കൺവേഴ്സീവ് തെറാപ്പി എന്നുള്ള കാര്യം. പക്ഷേ അത് ഒരു സോഷ്യൽ വർക്കറിനോട് പറഞ്ഞാൽ അത് ECT എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇലക്ട്രോ കൺവേഴ്സീവ് തെറാപ്പി എന്ന ഡീറ്റെയിൽ ആയിട്ട് സോഷ്യൽ വർക്കറിനോടും സൈക്കാട്രിസ്റ്റിനോട് എന്ത് പറഞ്ഞാലും മതി, ECT എന്ന് പറഞ്ഞാലും മതി. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ അജയ്. So I have addressed all your questions. So we are almost running out of time. So first of all, thank you so much everyone for being here with me and filling my comment box with your lot of comments and your doubts and everything. So I hope I have addressed all your questions. നിങ്ങൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഞാൻ കണ്ടിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും ഞാൻ മറുപടി തന്നിട്ടുണ്ട്. So ma'am, convey my regards to Bindu ma'am. I'm a regular participant of your classes. Yeah, sure, definitely I will convey it to that. Convey it to her as well. Thank you so much. Okay, yes, thank you everyone. So once again, all the very best to everyone, those who are going to have your exam on this coming Saturday. Do well and may you all clear your exam in this attempt itself. So see you on next week. So thank you so much. Thank you.